സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ വിഷുവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ചേർത്തലയിൽ നടക്കുകയാണ്. അപ്പോൾ ചേർത്തലയിൽ മെഹർ ഹോട്ടല് വിഷുവിന് ഒരു പ്രത്യേകമായ പരസ്യം ചെയ്തു. ഹോട്ടൽ ഉടമ പറയുന്നത് പരസ്യം ചെയ്യാൻ വേണ്ടി ഒരാളിനെ ഏൽപ്പിച്ചിരുന്നതാണ്. അയാളാണ് ഇത് പരസ്യം ഡിസൈൻ ചെയ്തത്. അതായത് കുഴിമന്തിയുടെ അടുത്ത് ശ്രീകൃഷ്ണൻ ഇരിക്കുന്നതായിട്ടാണ്. അപ്പോൾ കുഴിമന്തി എന്ന് പറയുമ്പോൾ നാട്ടിലുള്ള പേരുകൾ നമുക്കറിഞ്ഞൂടെ, ഒരുപാട് പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നാട്ടിൽ പോകുമ്പോൾ ലീവിന് പോകുമ്പോഴത്തേക്ക് കുഴിമന്തി എന്നാ വേറെ എന്തൊക്കെ മന്തി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുകളിൽ ഇവിടെ ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട്. എല്ലാ ജാതി മതസ്ഥരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ പണ്ട് കാലത്ത് എന്ന് പറയുന്നത് ശ്രീരാമനായിരുന്നാലും ശ്രീകൃഷ്ണനായിരുന്നാലും ഏതെല്ലാം പഴയ ദൈവങ്ങളാ, ദൈവപുത്രന്മാരാ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അവതാരങ്ങളെല്ലാം ജീവിച്ചിരുന്ന മനുഷ്യരായിട്ടാണല്ലോ അവർ ഭൂമിയിൽ ജീവിച്ചത്. അവരെല്ലാം കഴിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ മത്സ്യവും പിന്നെ പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടിയാണ്. കാരണം പണ്ട് അരിയാഹാരം ഇല്ല. അപ്പോൾ ആഹാരം എങ്ങനെയാണ് കഴിക്കുന്നത്? മനുഷ്യന്മാർ എങ്ങനെ കഴിക്കുന്നത്? ഇങ്ങനെയാണ്. പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടി അതിനെ പിന്നെ ചുട്ട് കഴിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ എന്ന് പറയുന്നത് എല്ലാം വർഗീയപരമായിട്ടാണ് മനുഷ്യർ കണക്കാക്കുന്നത്. എന്തായാലും ഇവിടെ ഇരിക്കുന്നത് ഇത് ബീഫ് പോലും അല്ല, പശു ഇറച്ചിയല്ല, ചിക്കനാണ്. അപ്പൊ ചിക്കൻ ഇവിടെയുള്ള എല്ലാ മനുഷ്യരും കഴിക്കുന്നതാണ്. അപ്പോൾ ഈ ഹോട്ടൽ ഉടമ ഒരു മുസ്ലിമാണ്. അവന്റെ പേര് അർഷാദ്. വേറെ 2 പേരുണ്ടെന്നാണ് പറയുന്നത് ഈ ഹോട്ടലിന്റെ ഉടമസ്ഥരായിട്ട്. എന്തായാലും ചേർത്തലയിൽ ഇല്ലാത്ത പ്രശ്നം ഇത് കാരണമുണ്ടായി. എപ്പോഴും നമ്മൾ ചിന്തിക്കാനുള്ളതെന്ന് പറയുമ്പോൾ വിഷു ആവട്ടെ, പെരുന്നാളാവട്ടെ, ഇനി ക്രിസ്മസ് ആവട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ആളാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള സമുദായങ്ങളുടെ ഈ സിംബലുകൾ വെച്ച് നിങ്ങൾ പരസ്യം ചെയ്യാൻ പാടില്ല. കാരണം അതാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അവര് ഇപ്പോ ഇതിങ്ങനെ പ്രശ്നമായപ്പോ സംഘപരിവാർ ശക്തികളെല്ലാം കൂടെ അതായത് മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ വെളയിൽ ഒരു തേങ്ങ വീണെന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ മോങ്ങാനായിട്ടിരിക്കുകയാണ് അവർ. എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് ഈ പൊട്ടൻ ഇങ്ങനെ ചെയ്തത്. ശ്രീകൃഷ്ണന്റെ മുമ്പിൽ ഇത് വെക്കേണ്ട കാര്യമില്ല. ഇതിന് ആശംസകളെന്ന് മാത്രം കൊടുത്താൽ മതിയല്ലോ. ഫോട്ടോ എന്തിനു കൊടുക്കണം? അപ്പോൾ അതിന് വേറൊരു സംഖ്യ എന്താണ് ചെയ്തത്? പിന്നെ ഈദിന്റെ ആഘോഷം ഒരു പന്നിയുടെ ഇത് വെച്ചിട്ട്, മന്തിയുടെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നത് എന്ന് വിചാരിച്ചൊന്നും മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അത് അങ്ങനെ ഇളകുന്നവരെ ഇളവുള്ളൂ. അതുകൊണ്ട് നമ്മൾ പരിഹസിക്കുകയുള്ളൂ, അത് ചിരിക്കുകയുള്ളൂ. പൊട്ടന്മാരായി പോയല്ലോ മനുഷ്യര്. അതായത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിവ് ഉണ്ടാക്കരുത്. പിന്നെ ഇങ്ങനെയുള്ള പൊട്ടന്മാരെന്ന് പറഞ്ഞാൽ വിഡ്ഢികളാണ്. യവന്മാരെന്ന് പറയുന്നത് അങ്ങനെയുള്ള പരസ്യം ചെയ്യാൻ പാടില്ല യാതൊരു കാരണവശാലും.